ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമുക്ക് പാറ്റേൺ സ്റ്റിച്ച് ടൈപ്പ് 1 എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്ന് കാണാം. അതിനായിട്ടൊരു ഞാനൊരു ഡ്രോപ്പ് വരച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ബോർഡർ ഒന്ന് ചെയിൻ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതൊരു ഫില്ലിങ് സ്റ്റിച്ചാണ്. അങ്ങനെ ഞാൻ ബോർഡർ ഫുള്ളും ചെയിൻ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് ഈ സ്റ്റിച്ച് ചെയ്യേണ്ട ഭാഗം ഒന്ന് ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഈ സ്റ്റിച്ചിൻ്റെ അകത്ത് നിന്ന് ഇവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്താൽ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് കാണും. അതുകൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ചെയിൻ സ്റ്റിച്ചിൻ്റെ അകത്ത് നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. എന്നിട്ട് നേർക്കൊരു ലോങ് ചെയിൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നേരെ മുകളിലോട്ട് നെക്സ്റ്റ് ലോങ് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് താഴേക്കൊന്ന് വലിക്കുക, അവിടെ ഒരു ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അതായത് ബട്ടൺ ഹോൾ സ്റ്റിച്ചാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. വീണ്ടും നമുക്ക് സൈഡിലോട്ടൊരു ലോങ് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്പേസ് ഉണ്ടെങ്കിൽ വീണ്ടും നമുക്ക് മുകളിലോട്ട് സ്റ്റിച്ച് ചെയ്യാം. ഇവിടെ കൂടുതൽ സ്പേസ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ആ ഒരു സ്റ്റിച്ചോട് കൂടെ തന്നെ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിവിടെ ലോക്ക് ഇട്ട് കൊടുത്ത് തന്നെ സ്റ്റോപ്പ് ചെയ്തെടുക്കാം. ഇനി നെക്സ്റ്റ് ലൈനിൽ ഇതുപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇനി ഇതുപോലെ തന്നെ ബട്ടൺ ഹോൾ സ്റ്റിച്ച് താഴേന്ന് മുകളിലോട്ട് നമ്മൾ ആദ്യം ചെയ്ത് കൊടുത്ത ആ സ്റ്റിച്ചിൻ്റെ സെൻറ്ററിലോട്ട് ചെയ്യണം. അതായത് മുകളിൽ നമ്മൾ ആദ്യം ചെയ്ത ആ സ്റ്റിച്ചിൻ്റെ ഇപ്പുറത്ത് ഗ്യാപ്പ് ഇരിക്കുമല്ലോ, അവിടെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. അതുപോലെ തന്നെ ഈ സ്റ്റിച്ചും നമ്മൾ ആദ്യം അവിടെ ചെയ്ത സ്റ്റിച്ചിൻ്റെ മുകളിൽ നിന്ന് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് താഴെ വന്നിട്ട് നമുക്ക് ലോക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ വീണ്ടും ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇത് നമുക്ക് ഒരു പ്രാവശ്യം കൊണ്ട് അതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്കിവിടെ തന്നെ ലോക്ക് ഇട്ട് കൊടുത്തൊന്ന് സ്റ്റോപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നെക്സ്റ്റ് ലൈനിൽ സ്റ്റാർട്ട് ചെയ്യാം. ഞാനൊന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. നമുക്ക് ആ ചെയിൻ സ്റ്റിച്ചിൻ്റെ സെൻറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് ഇങ്ങനെ നേരായിട്ട് ഒരു ലോങ് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നേരെ മുകളിലോട്ട് പോവാം. അവിടെ ഒരു ലോങ് ചെയിൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം താഴേക്ക് വലിക്കുക. എന്നിട്ട് താഴെ ഒരു ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നേർക്കൊരു ലോങ് ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് നമുക്ക് മുകളിലോട്ട് പോകാം. മുകളിലോട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ ഗ്യാപ്പിൽ രണ്ട് സ്റ്റിച്ചിൻ്റെ ഗ്യാപ്പിൽ വേണം സ്റ്റിച്ച് ചെയ്യാൻ. അതുപോലെ തന്നെ ആദ്യം സ്റ്റിച്ച് ചെയ്ത ആ സ്റ്റിച്ചിൻ്റെ മുകളിൽ നിന്ന് വേണം സ്റ്റിച്ച് ചെയ്യാൻ. വീണ്ടും നേർക്ക് വന്നിട്ട് ഒരു ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ആരി വർക്ക് പഠിക്കാൻ താല്പര്യമുള്ളവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് അത് കണ്ട് പഠിക്കാവുന്നതാണ്. നിങ്ങൾ ഈ പാറ്റേൺ സ്റ്റിച്ച് ഇതുപോലെ ഒരു ഡ്രോപ്പ് വരച്ച് അതിലൊന്ന് പ്രാക്ടീസ് ചെയ്യുക. അതിനുശേഷം ഒരു സർക്കിൾ വരച്ചിട്ട് അതിലും ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. ആരി വർക്ക്, ഹാൻഡ് എംബ്രോയ്ഡറി ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡ്രസ്സെങ്കിലും നമുക്ക് സ്വന്തമായിട്ട് വർക്ക് ചെയ്തിടാൻ പറ്റും. നമ്മൾ വർക്കിംഗ് വിമൻ ആയിരുന്നാൽ പോലും നമുക്ക് കിട്ടുന്ന ഫ്രീ ടൈമുകളിൽ നമുക്കത് ചെയ്തിടാവുന്നതാണ്. അതുമാത്രമല്ല, നിങ്ങൾക്ക് പുറത്ത് നിങ്ങളുടെ ഫ്രണ്ട്സിന് പോലും സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും നിങ്ങൾക്കതൊരു സൈഡായിട്ട് ഒരു ബിസിനസ്സായിട്ടും ചെയ്യാവുന്നതാണ്. ഇത് പഠിക്കാൻ താല്പര്യമുള്ളവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൽ നിന്ന് വീഡിയോ എടുത്ത് കാണാം. അതുപോലെ ഞാൻ ഹാൻഡ് എംബ്രോയ്ഡറി വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓൺലൈനിൽ പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് എനിക്കൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. അതിൽ ഓൺലൈൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ജോയിൻ ചെയ്തും നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്.